Good morning. പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നത് വാട്ടർ റിലേഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആയിരുന്നു. എന്താണ് വാട്ടർ എന്ന് നമ്മൾ പറഞ്ഞു, വാട്ടറിന്റെ സിഗ്നിഫിക്കൻസ് നമ്മൾ പറഞ്ഞു, പ്ലാന്റിൽ വാട്ടർ ചെയ്യുന്ന റോളുകൾ എന്താണ്, വാട്ടറിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോണത് വാട്ട് ഈസ് ഇംബൈബിഷൻ, ഡിഫ്യൂഷൻ, ഓസ്മോസിസ് ആൻഡ് പെർമിയബിലിറ്റി. ഇത് നിങ്ങളുടെ സിലബസിൽ വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ സിലബസിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ടോപ്പിക്കുകൾ പലപ്പോഴും ഡയറക്റ്റ് ആയിട്ട് തന്നെ എക്സാമിന് ക്വസ്റ്റൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് വാട്ട് ഈസ് ഇംബൈബിഷൻ. നമുക്കറിയാം, ഇംബൈബിഷൻ ഈസ് the movement of material into and out of the cell in plants takes place in solution or gaseous forms. നമുക്കറിയാം, പലതരത്തിലുള്ള മെറ്റീരിയലും പ്ലാന്റിന്റെ ഉള്ളിലൂടെ മൂവ് ചെയ്യുന്നുണ്ട്. അത് ചിലപ്പം വാട്ടറിന്റെ ഫോമിലാവാം, ഗ്യാസസ് ഫോമിലാവാം, സൊല്യൂഷൻ ഫോംസിലൊക്കെ ആവാം. ഓൾദോ എന്നിരുന്നാൽ പോലും ദ എക്സാക്ട് പ്രോസസ് ഓഫ് ദിസ് ഈസ് നോട്ട് വെരി ക്ലിയർ. ഇതുവരെ അത്തരത്തിലുള്ള പെർട്ടിക്കുലർ പ്രോസസ് ഏതാന്ന് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദർ ആർ 3 important physical processes are normally taking place. They are actually imbibition, diffusion and osmosis. So what is imbibition? Imbibition is the absorption of water by hydrophilic colloids. നിങ്ങൾ ഒരു സ്പോഞ്ച് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ സ്പോഞ്ചിലേക്ക് വെള്ളം കയറുന്നത് നിങ്ങൾ കാണാം. This is actually the example of imbibition. It is a property of a particular material to absorb water, or we can say that imbibition is the absorption of water by hydrophilic colloids. Example of plant material which exhibit imbibition are dry seeds before germination. നിങ്ങൾ വീട്ടിൽ കടല പുഴുങ്ങാൻ നാളെ രാവിലെ കടല പുഴുങ്ങണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നാളെ രാവിലെ എടുത്തിട്ട് കടല വെള്ളത്തിലിടല്ല ചെയ്യുക. ഇന്ന് രാത്രി തന്നെ അല്ലെ, രാത്രിയത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വീട്ടിലുള്ള ആളുകൾ, നമ്മുടെ പാരന്റ്സ് ആരാണോ ഭക്ഷണം ഉണ്ടാക്കുന്നത്, അവര് ഈ കടല എടുത്ത് കുറച്ച് വെള്ളത്തിൽ പൊതിർത്തും. രാവിലെ ആകുമ്പോഴേക്കും ആ കടല എങ്ങനെ വലിപ്പം വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ദിസ് ഈസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ഇംബൈബിഷൻ. അല്ലെ, 100 ഗ്രാം കടല കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് 100 ഗ്രാം കടല നിങ്ങൾ വാങ്ങി കൊണ്ടുവരുമ്പോൾ നമുക്ക് മനസ്സിലാവുക അതൊരു പ്ലേറ്റിലേക്കേ ഉണ്ടാവും. പക്ഷെ ആ 100 ഗ്രാം നമ്മൾ തലേന്ന് വെള്ളത്തിലിട്ട് നെക്സ്റ്റ് ഡേ പുഴുങ്ങുകയാണെങ്കിൽ 4-5 ആൾക്കാരുടെ പ്ലേറ്റിലേക്ക് ഇടാൻ പറ്റുന്നു. ദിസ് പ്രോസസ് ഈസ് ആക്ച്വലി സപ്പോർട്ടിങ് for this type of enlargement. Such process is called imbibition. So imbibition is a swelling of a particular seed, swelling of a particular plant material. ഇപ്പൊ നമുക്ക് ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് സീഡ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓർഗാനിക് സബ്സ്റ്റൻസസ് ഹാവ് ഡിഫറെന്റ് ഇംബൈബിംഗ് കപ്പാസിറ്റി. ഓരോ ഓർഗാനിക് സബ്സ്റ്റൻസിനും പലതരത്തിലുള്ള ഇംബൈബിംഗ് കപ്പാസിറ്റി ഉണ്ടാവും. Now protein have very high imbibing capacity. അതുകൊണ്ടാണ് സീഡ്, ലെഗ്യൂമിനസ് സീഡ്, നമ്മൾ ചെറുപയർ, വൻപയർ, കടല ഇതെല്ലാം അങ്ങനെ ആവുന്നത് പ്രോട്ടീൻ ഉള്ളത് കൊണ്ടാണ്. സ്റ്റാർച്ച് ലെസ് ആൻഡ് സെല്ലുലോസ് ലീസ്റ്റ്. നിങ്ങൾ അരി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അരി അത്ര പെട്ടെന്നൊന്നും വലുതാവില്ല. അരിക്ക് ഒരു നോർമൽ സൈസ് ഉണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് നോർമൽ ലെഗ്യൂം സീഡ്സ് like Bengal gram and normal gram, all these particular seeds are showing maximum size while they are putting into the water. Protein have very high imbibing capacity, starch have less. That is why proteinaceous pea seeds swell more on imbibition than starchy wheat seeds. അതുകൊണ്ടാണ് ഗോതമ്പ് മണികളെക്കാളും നന്നായിട്ട് കടലമണികളുടെ സൈസ് വെള്ളത്തിലിടുമ്പോൾ കൂടുന്നത്. So what is actually the imbibition? Imbibition is the insertion of water molecule into the particular metabolites, whether it may be protein or starch. Starch ആണെങ്കിലും പ്രോട്ടീൻ ആണെങ്കിലും ഒക്കെ ഇതിലോട്ട് വെള്ളം ഇരച്ചു കയറും. അങ്ങനെ ഇറച്ചു കയറിയിട്ട് വലിപ്പം കൂടുന്നത് കമ്പാരിറ്റീവ്ലി ലെഗ്യൂമിനസ് സീഡ്സ് ആണ് than that of starchy seeds. Okay. Now certain substance if placed in a particular liquid absorb it and swell up. അല്ലെ, ചില മെറ്റീരിയൽ പെട്ടെന്ന് വെള്ളത്തിലിടുമ്പോൾ അത് വലുതാവും. അപ്പോൾ ചില സമയം ഞാൻ പറഞ്ഞു, സ്പോഞ്ചിന്റെ കാര്യം പറഞ്ഞു. ഫോർ എക്സാമ്പിൾ, വെൻ പീസ് ഓഫ് ഡ്രൈ വുഡ്, ചില സമയത്ത് നമ്മൾ ഒരു മരത്തിന്റെ പീസ് or dry seeds are placed in water, they absorb the water quickly and swell up considerably so that their volume is increased. അങ്ങനെ അതിന്റെ സൈസ് കൂടുന്നത് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. These substances are called as imbibant. ഏത് മെറ്റീരിയൽ ആണോ നമുക്ക് സ്വെല്ല് ചെയ്യുന്നത് ആ മെറ്റീരിയൽ നമ്മൾ ഇംബൈബന്റ് എന്ന് പറയുന്നു. And the phenomenon is called imbibition. ഇപ്പൊ സീഡ് ആണെങ്കിൽ സീഡ് ഇംബൈബന്റ് എന്ന് പറയുന്നു. സൈസ് കൂടുന്ന സമയത്ത് ആ പ്രോസസ് നമ്മൾ ഇംബൈബിഷൻ എന്ന് പറയുന്നു. This exists a certain force of attraction in between the imbibant and the imbibed substance.
അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ മെറ്റീരിയലും അതേപോലെ വാട്ടറും തമ്മിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട്. In plants, this is because of the presence of large number of hydrophilic colloids. ഇത് എന്തുകൊണ്ടാണ് നടക്കുന്നത് വെച്ചാൽ which contain hydrophilic colloids. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും what is the reason behind this type of imbibition? പറയണം it is by the process of hydrophilic colloids. Both in living as well as dead cell in the form of protein, carbohydrates such as starch, cellulose, pectic substance, etc. ഇതിലൊക്കെ എന്തുണ്ട് ഇങ്ങനെയുള്ള ഹൈഡ്രോഫിലിക് സബ്സ്റ്റൻസ് ഉണ്ട് which have strong attraction towards water. ഇതിനൊക്കെ വെള്ളത്തിനോട് അമിതമായിട്ടുള്ള ഒരു അഭിനിവേശം ഉണ്ടാവും, വെള്ളത്തിനോട് അതിയായ ഒരു ഇഷ്ടം ഉണ്ടാവും. ആ ഇഷ്ടത്തിന്റെ ഭാഗമായിട്ടാണ് വെള്ളം ഇതിലോട്ട് ഇരച്ചു കയറുന്നത്. So the imbibition, the basic reason behind the imbibition is the presence of hydrophilic colloids. ഇതാണ് സാധാരണ നിങ്ങൾ നോക്കൂ, ഇത് പെട്രോളിയം ഈതർ ആണ്, ഡ്രൈ സീഡ് ആണ് പെട്രോളിയം ഈതർ, സുക്രോസ്. ഓക്കെ, ദെൻ സുക്രോസ്, ദെൻ വാട്ടർ ഇട്ടപ്പോൾ നോക്കൂ നിങ്ങൾ, വാട്ടറിലാണ് ഏറ്റവും നന്നായിട്ട് ഇംബൈബിഷൻ നടന്നത്. എല്ലാം ഒരേ സീഡാണ്. ആഫ്റ്റർ 24 hours 24 മണിക്കൂറിന് ശേഷം പലതരത്തിലുള്ള കെമിക്കൽ സബ്സ്റ്റൻസിൽ ഇട്ടപ്പോൾ ഏറ്റവും നന്നായിട്ട് സൈസ് കൂടിയിരിക്കുന്നത് വെള്ളത്തിലാണ്. ദാറ്റ് ഈസ് വൈ വി ക്യാൻ സേ ദാറ്റ് വിച്ച് ഹാവ് സ്ട്രോങ് ഹൈഡ്രോഫിലിക് സബ്സ്റ്റൻസ്. ഇത് മറ്റൊരു എക്സാമ്പിൾ ആണ് ഇംബൈബിഷൻ. സീഡ് നോക്കൂ നിങ്ങൾ, ദിസ് ഇസ് സീഡ്, ദിസ് ഇസ് എംബ്രിയോ. യു ക്യാൻ സീ ദ ഇംബൈബ്ഡ് സീഡ്. Imbibition play a very important role in the life of the plants. Imbibition പ്ലാന്റിൽ വളരെ പ്രധാനപ്പെട്ട ചില റോളുകൾ നിർവഹിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? The first step in the absorption of water by the roots of higher plants is the imbibition of water by cell wall of the root hair. മനസ്സിലാവുന്നുണ്ടോ? The first step in the absorption of water by the roots of higher plants is the imbibition of water by the cell wall of the root hair. Imbibition of water is very essential for the dry seeds before they start germination. അല്ലെ, മഴക്കാലം വരുന്ന സമയത്ത് നമുക്കറിയാം, സ്വാഭാവികമായിട്ടും മഴക്കാലം വരുന്ന സമയത്ത് എല്ലാ സീഡുകളും ജെർമിനേറ്റ് ചെയ്യും. ഈ സീഡ് ജെർമിനേറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? We can say that because of the presence of large amount of water. ഇപ്പൊ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ഈ സീഡ് ജെർമിനേറ്റ് ചെയ്യൂ. As a result of imbibition, a pressure is developed which is called a imbibition pressure. ചിലപ്പോൾ പരീക്ഷ ചോദിക്കാം, ഡിഫൈൻ imbibition pressure. ഇംബൈബിഷന്റെ ഭാഗമായിട്ട് സീഡിൽ ഉണ്ടാവുന്ന പ്രഷറിന്റെ പേരാണ് കേട്ടോ imbibition pressure. The magnitude of this pressure is tremendous if the imbibient is confined. അതായത് ഇംബൈബന്റിനനുസരിച്ച് ഇംബൈബിയന്റിന്റെ we can say that ആ മെറ്റീരിയലിനനുസരിച്ച് ഇതിന്റെ പ്രഷർ കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. സ്പോഞ്ച് ആണെങ്കിൽ പ്രഷർ കൂടുന്നു പറയും, പെട്ടെന്ന് വെള്ളം കയറില്ല. And allowed to imbibe so much so that a rock can be splitted if some dry wooden piece are inserted in a small crack in that rock and then soaked with water. ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം വന്നതല്ലോ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇംബൈബിഷൻ പ്രഷർ എന്ന് പറയുന്നത് ഏതാണോ ഇംബൈബന്റ് എന്നതിനനുസരിച്ച് നിൽക്കും. സ്പോഞ്ച് ആണെങ്കിൽ അതിന്റെ പ്രഷർ വളരെ പെട്ടെന്ന് കൂടും, വെള്ളം വളരെ നന്നായിട്ട് അബ്സോർബ് ചെയ്യും. അതോടൊപ്പം തന്നെ മരം പലതരത്തിലുള്ള മെറ്റീരിയലും ഡിഫറെന്റ് ആയിട്ടുള്ള ഇംബൈബിഷൻ പ്രഷർ ഉണ്ടാവും. സോ ഞാൻ ഇതുവരെ പറഞ്ഞത് എന്താണ് ഇംബൈബിഷൻ ചോദിക്കാം, റൈറ്റ് ആൻ അക്കൗണ്ട് ഓൺ ഇംബൈബിഷൻ അല്ലെങ്കിൽ ഡിഫൈൻ ഇംബൈബിഷൻ, വാട്ട് ഈസ് ഇറ്റ് സിഗ്നിഫിക്കൻസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പറയണം. എന്താണ് ഇംബൈബിഷൻ, വാട്ട് ഈസ് ഇംബൈബിഷൻ പ്രഷർ, വാട്ട് ഈസ് ആൻ സിഗ്നിഫിക്കൻസ് ഓഫ് ഇംബൈബിഷൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് ഈസ് ഡിഫ്യൂഷൻ. എന്താണ് ഡിഫ്യൂഷൻ? നമുക്കറിയാം, നമ്മുടെ റൂമിൽ ഒരു സ്പ്രേ അടിച്ചുകയാണെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ഡൈനിങ് ഹാളിലാണെങ്കിൽ അതിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നത് ഒരു ക്ലാസിന്റെ അറ്റത്താണെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ ആ ക്ലാസ് മുഴുവനായിട്ട് ഈ സ്മെല്ല് നിറയും. ദാറ്റ് ഈസ് കോൾഡ് ഡിഫ്യൂഷൻ. അതായത് ഡിഫ്യൂഷൻ എന്ന് വെച്ചാൽ സ്ലോലി ഡിസ്പേഴ്സ്മെന്റ് ഓഫ് സർട്ടൻ സബ്സ്റ്റൻസ്. Diffusion refers to the process by which molecules intermingle as a result of their kinetic energy of random motion. Consider two containers of gas A and B separated by the partition. നോക്കൂ നിങ്ങൾ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ഒരു സല്യൂട്ട് ആണ്. ഇത് സ്ലോലി ഇങ്ങനെ മൂവ് ചെയ്യും ഫ്രം ദ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ദ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. സ്പ്രേ അടിക്കുമ്പോൾ അടിക്കുന്ന സ്ഥലത്ത് നന്നായിട്ട് കോൺസെൻട്രേഷൻ ഉണ്ട്, അത് കോൺസെൻട്രേഷൻ ഇല്ലാത്ത സ്ഥലത്തോട്ട് ഇങ്ങനെ മൂവ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് imbibition. The molecule of both gases are in constant motion and make numerous collision with the partition. The molecules of both gases are constant motion. അല്ലെ, ഓരോ മോളിക്യൂൾ ഒരേപോലെയാണ് ഇങ്ങനെ പോവുക. And make numerous collisions with the partition. അപ്പൊ അത് പുറത്തോട്ട് പോകുമ്പോൾ അങ്ങനെ കൊളീഷൻ നടന്നിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. If the partition is removed, partition remove ചെയ്ത് കഴിഞ്ഞ് വിചാരിക്കുക, അതിന്റെ ഇടയ്ക്കുള്ള സ്പേസ്, the gases will mix because of the random velocity of their molecule. അതിന്റെ നമ്മൾ അതിന്റെ ഫിസിക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്, അതിന്റെ വെലോസിറ്റി അതിനനുസരിച്ച് മാറും. In time, a uniform mixture of A and B molecule will be produced in the container.
in the uniform mixer A and B നമ്മൾ മിക്സ് ചെയ്തുകൊണ്ട് വിചാരിക്കുക. The tendency toward diffusion is very strong. Tendency വളരെ എളുപ്പത്തിലാവും, വളരെ പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാൻ നോക്കും, even at room temperature, because of the high molecular velocity associated with the thermal energy of the particle. അപ്പം യഥാർത്ഥത്തിൽ ഡിഫ്യൂഷൻ നടക്കുന്നതിന്റെ പിറകിൽ ഒരു ഫിസിക്സ് ഉണ്ട്. ദാറ്റ് ഈസ് വൈ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മോളിക്യുലാർ വെലോസിറ്റി. മോളിക്യൂളിന്റെ വെലോസിറ്റിയും ഇത് സ്വാധീനിക്കപ്പെടുന്നു. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ എന്താണ്? റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ, സിൻസ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോളിക്യൂൾ which are at the thermal equilibrium is the same, then their average velocity are different. അതായത് അതിന്റെ വാട്ട് ഈസ് കൈനറ്റിക് എനർജി? നമുക്കറിയാം, വണ്ടിയിൽ നമ്മൾ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ പെട്രോൾ അടിച്ച വണ്ടിക്ക് ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്ത് ഗിയർ ഇട്ട് ചേഞ്ച് ചെയ്ത് പോവുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് കൈനറ്റിക് എനർജി. ബട്ട് ഡിഫ്യൂഷൻ നടക്കുന്ന മെറ്റീരിയലിന്റെ കൈനറ്റിക് എനർജി പലപ്പോഴും ഇമ്പോർട്ടൻസ് ഉണ്ട്. Their average diffusion rate is expected to depend upon the average velocity, which gives a relative diffusion rate. So diffusion rate is equal to k root of t by m. Or we can say that k depends upon the geometric factors including the area across which the diffusion is occurring. ഇതൊന്നുമില്ല, പറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ സ്പേസിൽ ഈ മോളിക്യൂൾ എങ്ങനെയാണ് സ്പീഡായിട്ട് പോയി ഡിഫ്യൂസ് ചെയ്യപ്പെടുന്നത്. The diffusion is based on a particular velocity. That velocity is determined by diffusion rate. Then what are the important factors which influence diffusion? First one, distance. Generally, the thicker the wall, the slower the rate of diffusion. അല്ലെ, നമ്മളിപ്പോ ഒരു റൂമിന്റെ ഒരു കുപ്പിന്റെ ഉള്ളിൽ അടിച്ചു കഴിഞ്ഞാൽ ഡിഫ്യൂഷൻ റേറ്റ് കുറവായിരിക്കും. അതേസമയം റൂമിൽ അടിക്കുകയാണെങ്കിൽ സ്പ്രെഡിന്റെ ഇത് കൂടും, അല്ലെ, സ്പീഡ് വളരെ നന്നായിട്ട് ഇത് സ്പ്രെഡ് ചെയ്ത് പോകും. Concentration inside and outside the cell, the bigger the differences in concentration between two regions, the faster the rate of diffusion. The higher the concentration gradient, the faster the rate of diffusion. The size of the molecule or ions, generally the larger the molecule or ion, the slower the rate of diffusion. Surface area to volume ratio, cell with a large surface area to volume ratio have a faster rate of diffusion and vice versa. This means that rate of diffusion is faster in small cell when compared to large cell. Temperature, എന്താണ് temperature എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുക? The higher the temperature, the faster the rate. Pressure, the higher the pressure, the faster the rate. സോ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന എന്താണ് ഡിഫ്യൂഷൻ? ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഡിഫ്യൂഷൻ? ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിന്റെ ഉള്ളിൽ നിന്ന് സ്പ്രെഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡിഫ്യൂഷൻ എന്ന് പറയാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. റൂമിൽ ഒരു സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റിന്റെ ഉള്ളിൽ ആ റൂം മുഴുവനും ആ സ്പ്രേ മണക്കുന്നു, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എന്തെങ്കിലും ഒരു സ്പ്രേ ചെയ്യുകയാണെങ്കിൽ within 5 or 10 minutes you can see or you can smell, you can feel the smell of that particular substance. That process is slowly happening. That depends upon the velocity. That process is called diffusion. അപ്പോൾ നമ്മൾ ഇന്നൊക്കെ പറഞ്ഞു imbibition, then diffusion. Now we are going to discuss about osmosis. എന്താണ് osmosis? Osmosis എന്ന് പറയുന്നത് ഇതിന്റെ വേറൊരു പാറ്റേൺ ആണ്. നമ്മൾ ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് എ സൊല്യൂഷൻ, ഒരു സൊല്യൂഷൻ ബേസിൽ നമുക്ക് എന്താണ് ഓസ്മോസിസ് നോക്കാം. If two solutions of different concentration are separated by a semi-permeable membrane which is permeable to the smaller solid molecule but not to the larger solute molecule, then the solvent will tend to diffuse across the membrane from less concentrated to the more concentrated solution. This process is called osmosis. Diffusion എന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും അത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്കാണ് പോവുക, കൂടുതലുള്ളടത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക്. പക്ഷെ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ചിലപ്പം diffusion, the movement from the region of lesser concentration to the more concentration. അപ്പൊ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് അഗെയിൻസ്റ്റ് ആയിക്കൊണ്ട് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി ചില മെറ്റീരിയൽ പാസ് ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരാണ് കേട്ടോ ഓസ്മോസിസ്. നോക്കൂ നിങ്ങൾ, മീഡിയ, you can say that media having higher concentration, then the mass is comparatively low, or we can say that it is less concentration. ചിലപ്പോൾ ഇത് മൂവ് ചെയ്യാം from this region to this region. So that is what is called osmosis. Osmosis is the movement of certain material from the region of higher concentration to the region of lower concentration against the concentration gradient. Osmosis is of great importance in biological process where the solvent is water. സോൾവന്റ് വാട്ടർ ആണെങ്കിൽ ഓസ്മോസിസിന് സ്വാഭാവികമായിട്ടും വളരെ വലിയ പ്രാധാന്യമുണ്ട്. The transport of water and other molecule across biological membrane is essential to many processes in living organism. The energy which drive the process is usually discussed in terms of osmotic pressure. പലപ്പോഴും ഇത് പ്രഷറാണ്. ഓസ്മോസിസ് എന്ന് പറയുന്ന ഒരു പ്രഷറിന്റെ ബേസിലാണ്. സോ ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ് പലപ്പോഴും നിർണ്ണയിക്കുന്നത് അതിന്റെ പ്രഷറിലാണ്.
So we have to discuss what is